മറിയക്കുട്ടിക്ക് KPCC വീട് വെച്ച് നൽകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. എന്തു പറ്റി കെ സുധാകരന്? സുധാകരൻ പറഞ്ഞ വീട് ഇപ്പോൾ എവിടെ? മറിയക്കുട്ടിയുടെ വീട്ടിലെ പാലുകാച്ചൽ എന്നാണ്. താനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് അവർ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. കെ സുധാകരൻ പറഞ്ഞ കാര്യമല്ലേ അത് നടന്ന ചരിത്രമുണ്ടോ? BJP-കാരിയായി എന്ന രീതിയിലേക്ക് പോയപ്പോൾ കെ സുധാകരൻ പിൻവലിഞ്ഞതാണോ? പരമാവധി മറിയക്കുട്ടിയെ ഉപയോഗപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്നാണ് കെ സുധാകരൻ കരുതിയത്. നമസ്കാരം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്, അതായത് നവംബറിൽ ഇതേ ദിവസമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ മറിയക്കുട്ടിക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. മറിയക്കുട്ടി ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാരിനെതിരെ പെൻഷൻ തനിക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭിക്ഷയാചിച്ച് പ്രതിഷേധം നടത്തിയ മറിയക്കുട്ടി താനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഈ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ഓടിയെത്തുകയും അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. KC വേണുഗോപാലൊക്കെ അവർക്ക് ക്രിസ്തുമസിന് ഒരു തുക നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. നവംബറിൽ ഇതേ ദിവസമാണ് മറിയക്കുട്ടിക്ക് KPCC 2 മാസത്തിനുള്ളിൽ വീട് വെച്ച് നൽകും എന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അങ്ങനെയൊരു വീട് ഇപ്പോൾ ഉണ്ടായോ? മറിയക്കുട്ടിക്ക് പുതിയൊരു വീട് ലഭിച്ചോ? മറിയക്കുട്ടിയുടെ വീടിൻ്റെ പാലുകാച്ചൽ എന്നാണ്. ഇതാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുവരെയും അങ്ങനെയൊരു വീട് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. KPCC പ്രളയത്തിന് ശേഷം ആയിരക്കണക്കിന് വീടുകൾ വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം പോലെ ഈ പ്രഖ്യാപനവും അത്തരത്തിൽ ഒതുങ്ങിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. തുടക്കത്തിൽ മറിയക്കുട്ടിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിനെ പരമാവധി മറിയക്കുട്ടി എന്ന ആളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് മറിയക്കുട്ടി കോൺഗ്രസിന്റെ കൺകണ്ട ദൈവമായിരുന്നു. മറിയക്കുട്ടിയെ ആവശ്യാനുസരണം കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കാനും ചാനൽ ചർച്ചകളിൽ ഉപയോഗപ്പെടുത്താനുമൊക്കെ മറിയക്കുട്ടി എന്ന ആളെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തി. ഒരു വേള മറിയക്കുട്ടി കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നാടകമാണ് മറിയക്കുട്ടിയെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്താൻ കാരണമുണ്ടായതെന്ന് ദേശാഭിമാനി വരെയൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും മറിയക്കുട്ടിക്ക് സ്വത്തുക്കളുണ്ട്, ആസ്തിയുണ്ട് എന്ന വാർത്തയൊക്കെ ദേശാഭിമാനി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നും അവർക്ക് ഒപ്പം ഈ കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നു. താനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് അവർ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് സുരേഷ് ഗോപിയുടെ എൻട്രി. സുരേഷ് ഗോപി എത്തുന്നു. സുരേഷ് ഗോപി അവർക്ക് സഹായങ്ങൾ നൽകുന്നു. പിന്നീട് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്തിലേറെ അവസാനം BJP-യുടെ വേദിയിൽ വരെ എത്തുന്ന രീതിയിലേക്ക് അവർ മറുകണ്ഠം ചാടി എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ തൃശ്ശൂരിലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പോലും മറിയക്കുട്ടിക്ക് സ്ഥാനമുണ്ടായിരുന്നു വേദിയിൽ എന്നുള്ളതാണ്. അത്തരത്തിൽ മറിയക്കുട്ടി ഇപ്പോൾ BJP-കാരിയായി എന്ന രീതിയിലേക്ക് പോയപ്പോൾ കെ സുധാകരൻ പിൻവലിഞ്ഞതാണോ, അതോ നേരത്തെ KPCC പ്രഖ്യാപിച്ച, പ്രളയ സമയത്ത് പ്രഖ്യാപിച്ച 1000 വീടുകൾ പോലെ തന്നെ ഇതും അന്ന് ഒരു പ്രഖ്യാപനമായിരുന്നു? ഇപ്പോൾ മറിയക്കുട്ടിയെ കോൺഗ്രസിന് ആവശ്യമില്ല. മറിയക്കുട്ടിക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നില്ല. മറിയക്കുട്ടിയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് മാധ്യമങ്ങൾ പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. മുൻപ് ഈ വിഷയം പുറത്തു വന്ന ആ ദിവസം എല്ലാ ദിവസവും 1-2 വാർത്തകൾ മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിലും കൈകാര്യം ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ മറിയക്കുട്ടിക്ക് വേണ്ടി ഭിക്ഷയാചിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു തുക ധനസമാഹരണം നടത്തി കൊടുക്കണം എന്ന അടക്കമുള്ള തീരുമാനങ്ങൾ പല യുവ MLA-മാരും ഒക്കെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യുവ MLA-മാരെന്ന് പറയാനുള്ള കുറച്ച് MLA-മാർ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളത്. അത്തരത്തിൽ യുവ MLA-മാരും മുൻ MLA ആയ VT ബൽറാം അടക്കമുള്ളവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തു പറ്റി കെ സുധാകരന്? സുധാകരൻ പറഞ്ഞ വീട് ഇപ്പോൾ എവിടെ? മറിയക്കുട്ടിയുടെ വീട്ടിലെ പാലുകാച്ചൽ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന നിരവധി ചോദ്യങ്ങളാണത്. കെ സുധാകരൻ പറഞ്ഞ കാര്യമല്ലേ അത് നടന്ന ചരിത്രമുണ്ടോ? കെ സുധാകരൻ അങ്ങനെ എന്തെല്ലാം പറയുന്നു, മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നടക്കുന്നുണ്ട്, സർക്കാരിനെതിരെ കെ സുധാകരൻ എന്തെല്ലാം പറയാറുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യവുമല്ല. കെ സുധാകരൻ സാധാരണ രീതിയിൽ പറയുന്നതൊന്നും നടന്ന ചരിത്രവുമില്ല. അത് VD സതീശനും അങ്ങനെ തന്നെയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇന്ന് നവമാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ നടക്കുന്നത്. മറിയക്കുട്ടിയുടെ വീടിരിക്കലിന്
ക്ഷണിക്കാത്തത് മോശമായി പോയി എന്ന രീതിയിലടക്കം ഉള്ള ചില ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രഖ്യാപനം ഒന്ന് കേട്ടിട്ട് വരാം. നമ്മളെ ഇടുക്കിയിൽ ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി നൽകാത്തതിനെ തുടർന്ന് ഭിക്ഷ യാചിക്കേണ്ടി വന്ന അടിമാലി 200 ഏക്കറിൽ പോന്നെടുത്തു പാറയിൽ മറിയക്കുട്ടിയുടെ ഒരു കഥ നമ്മളെല്ലാം മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ച ഘടകമാണ്. നേരിൽ പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയത്തിരക്ക് കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ടെലിഫോൺ ചെയ്ത് അവരോട്, അമ്മയോട് എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖവും ഞാൻ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതൃത്വത്തിൻ്റെയും ഈ അമ്മയെ സന്ദർശിച്ച നേതാക്കളുടെയും ശുപാർശ പരിഗണിച്ച് മറിയക്കുട്ടിക്ക് KPCC വീട് വെച്ച് നൽകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനവും കൂടെ ഞങ്ങളെ അറിയിക്കുകയാണ്. ഒരു 2 മാസം കൊണ്ട് ആ വീട്ടിൻ്റെ പണി പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിക്കും എന്ന് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിൽ കെ സുധാകരൻ വ്യക്തമായി പറയുന്നു, മറിയക്കുട്ടിക്ക് KPCC വീട് വെച്ച് നൽകും. അത് നേരിട്ട് പറയാൻ വേണ്ടി സാധിച്ചില്ല. ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ അവരെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് സന്തോഷമായി. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇത്തരം പാവപ്പെട്ട വൃദ്ധരെ, വന്ധ്യവയോധികരെയൊക്കെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. അത്തരത്തിൽ പച്ചക്കള്ളം മാത്രം പ്രചരിപ്പിക്കുന്ന പിണറായി സർക്കാർ. അതുപോലെയല്ല ഞാനിതാ പ്രഖ്യാപിക്കുന്നു, KPCC മറിയക്കുട്ടിക്ക് വീട് വെച്ച് നൽകും. അതും 2 മാസത്തിനുള്ളിൽ ഈ വീട് പണി നടത്തും എന്നാണ് പറഞ്ഞത്. അതായത് വീട് പണി പൂർത്തീകരിച്ച് 2 മാസത്തിനുള്ളിൽ അവർക്ക് അവിടെ താമസിക്കാനുള്ള നടപടികൾ. അതായത് കെ സുധാകരൻ പ്രഖ്യാപിച്ച അടുത്ത ദിവസം തന്നെ അവിടെ പ്രവർത്തികൾ ആരംഭിക്കണം. അതായത് തറയെടുക്കണം, അതിനുശേഷമുള്ള മറ്റ് പ്രവർത്തികൾ നടത്തണം, കട്ടിലവെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം, മറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടത്തി 2 മാസത്തിനുള്ളിൽ ആ വീട് പൂർത്തീകരിച്ച്, പണി പൂർത്തീകരിച്ച് ഇന്ന് പാലുകാച്ചൽ നടത്തണം എന്നായിരുന്നു സുധാകരൻ്റെ ആവശ്യം. പിന്നീട് എന്തുകൊണ്ടാണ് കെ സുധാകരൻ ഇക്കാര്യത്തിൽ നിന്നും പിൻവലിഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ മറിയക്കുട്ടി എവിടെയാണെന്ന് മാധ്യമങ്ങൾക്ക് അറിയേണ്ടതില്ല. മറിയക്കുട്ടിക്ക് അങ്ങനെ ഒരു വീട് വെച്ച് നൽകിയോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഈ പ്രഖ്യാപനം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. KPCC വീട് വെച്ച് നൽകുന്നു, പിണറായി വിജയ കണ്ണ് തുറന്ന് കാണൂ, ഇതാ കെ സുധാകരൻ എന്ന വ്യക്തി, ആ കെ സുധാകരൻ എന്ന മനുഷ്യൻ പിണറായി വിജയൻ സർക്കാർ നൽകാത്ത പെൻഷൻ മാത്രമല്ല അവർക്കിതാ വീട് വെച്ച് നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച കെ സുധാകരൻ്റെയും അല്ലെങ്കിൽ കൂട്ടാളികളുടെയും വാർത്തകൾ പോലും അന്ന് കൊടുക്കുകയും അത് വലിയ രീതിയിൽ ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ വലിയ രീതിയിൽ അതിനെ വാർത്തയാക്കുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തു. അന്ന് എല്ലാവരും കൈയടിച്ചു. കാരണം അത്തരമൊരു പ്രഖ്യാപനം ആരും പെട്ടെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവർക്ക് പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധയ്ക്കുമൊക്കെ ഉടനടി സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലും എത്തിക്കുക എന്നുള്ള ചിന്താഗതിയായിരുന്നു പലർക്കും മുമ്പിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഉടനടി തന്നെ ഇത്തരത്തിലൊരു വീട് വെച്ച് നൽകുക എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ KPCCയുടെ പ്രധാനപ്പെട്ട നേതാവ്, KPCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് കൂടിയായ കെ സുധാകരൻ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കരുതിയിരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും, 2 മാസത്തിനുള്ളിൽ അവിടെ വീടാകും. ഇത് അവരുടെ പ്രിവിലേജ് ഇഷ്യൂ കൂടിയാണ്. അതുകൊണ്ട് പരമാവധി അങ്ങനെ ഒരു വീടുണ്ടാക്കി, പരമാവധി അതിനെ വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ട്, പരമാവധി മറിയക്കുട്ടിയെ ഉപയോഗപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്നാണ് കെ സുധാകരൻ കരുതിയത്. പക്ഷേ ഇതിപ്പോൾ കെ സുധാകരന് തന്നെ വിനയായി പറയാനുള്ളതൊട്ട് പറയുകയും ചെയ്തു. പക്ഷേ അത് നടന്നില്ല. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തേക്ക് എത്തിയുമില്ല എന്ന സ്ഥിതിയാണ് കെ സുധാകരന് ഇപ്പോഴുള്ളത്. അദ്ദേഹം അമേരിക്കയിൽ പോയത് കൊണ്ടാണോ ഇനി വീട് പണി നടക്കാതിരുന്നത് എന്ന കാര്യം സംശയമുണ്ട്. കാരണം അദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണോ ഈ പ്രശ്നം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് പ്രത്യേക വല്ല ഇഷ്ടികയോ അല്ലെങ്കിൽ കരിങ്കല്ലോ അല്ലെങ്കിൽ അമേരിക്കയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കമ്പികളൊക്കെ TMT കമ്പികളൊക്കെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ അമേരിക്കയിൽ നല്ല ക്വാളിറ്റിയിൽ ലഭിക്കും. അവിടെ നിന്നും വാങ്ങിക്കാൻ പോയതാണോ എന്ന ചോദ്യമൊക്കെയാണ് നവമാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുള്ള മറുപടി KPCC നേതൃത്വം പറഞ്ഞേ മതിയാവും. കാരണം ഇത് ചോദിക്കുന്നത്, നിങ്ങൾ കേവലം പറയാറുള്ളത് മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങളാണ് ഇവിടെ തങ്ങളെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയായ CPM ഒക്കെ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ ചോദിക്കുന്നത് പൊതുമധ്യത്തിലാണ്.
നവമാധ്യമങ്ങളിലൂടെയാണ്. അതിനുള്ള മറുപടി എന്തായാലും KPCC പറഞ്ഞേ മതിയാവും. നമുക്ക് ഒന്നുകൂടി സുധാകരൻ്റെ ആ പ്രഖ്യാപനം കാണാം. നമ്മൾ ഇടുക്കിയിൽ ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി നൽകാത്തതിനെ തുടർന്ന് ഭിക്ഷ യാചിക്കേണ്ടി വന്ന അടിമാലി 200 ഏക്കറിൽ പോന്നെടുത്തുപാറയിൽ മറിയക്കുട്ടിയുടെ ഒരു കഥ നമ്മളെല്ലാം മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ച ഘടകമാണ്. നേരിൽ പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സമയത്തിരക്ക് കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ടെലിഫോൺ ചെയ്ത് അവരോട്, അമ്മയോട് എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖവും ഞാൻ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതൃത്വത്തിൻ്റെയും ഈ അമ്മയെ സന്ദർശിച്ച നേതാക്കളുടെയും ശുപാർശ പരിഗണിച്ച് മറിയക്കുട്ടിക്ക് KPCC വീട് വെച്ച് നൽകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനവും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു 2 മാസം കൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിക്കും എന്ന് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഈ പ്രഖ്യാപനം ഇപ്പോൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സുധാകര, എവിടെ വീട്, എവിടെ പാലുകാച്ചൽ, ഞങ്ങളും വരുന്നു. ചിലർ പറയുന്നു മറിയക്കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ചട്ടി എന്തായാലും അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അതോടൊപ്പം തന്നെ മറിയക്കുട്ടിയുടെ ആ ചട്ടിയും അതിൽ പാല് കാച്ചുന്നതും അത് വാങ്ങിക്കുടിക്കുന്ന സുധാകരൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചും പല രീതിയിൽ ആക്ഷേപങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ കാര്യം ചർച്ചയാക്കേണ്ടതാണ്. അല്ലെങ്കിൽ KPCC തന്നെ, അല്ലെങ്കിൽ K. സുധാകരൻ തന്നെ നിലപാട് വ്യക്തമാക്കട്ടെ. അവർ ഒരു BJP-കാരിയാണ്, അല്ലെങ്കിൽ അവർക്ക് സംഘപരിവാറിനോട് ബന്ധമുണ്ട്, അവർക്ക് BJP ചായവുണ്ട്, തങ്ങൾ കോൺഗ്രസ്സുകാരിയാണെന്ന് ആദ്യം കരുതി, പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവർക്ക് ഈ സംഘപരിവാർ സംഘടനകളോടും അല്ലെങ്കിൽ BJP-യോടും മുൻഗണന എന്ന രീതി കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പറഞ്ഞ പ്രഖ്യാപനം പിൻവലിക്കുകയാണെന്ന് പറയാൻ K. സുധാകരൻ രംഗത്ത് വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.